പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കളൊക്കെ SSLC പരീക്ഷയുടെ റിസൾട്ട് അടുക്കുംതോറും ടെൻഷനിലാണ്. ടെൻഷൻ വരാതിരിക്കാൻ, പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഉന്നതമായ ഹൈറായ വിജയം ലഭിക്കാൻ, ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാൻ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും രക്ഷിതാക്കൾക്കും ഉപകരിക്കുന്ന അത്ഭുതകരമായ ഒരു ദിക്ർ നമ്മൾ പരിചയപ്പെടുകയാണ്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്‌ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾ. അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ, വിഷമങ്ങൾ മാറ്റിത്തരട്ടെ, ഉന്നതമായ വിജയം നൽകട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, SSLC പരീക്ഷയുടെ റിസൾട്ടിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്നൊക്കെ നമുക്ക് പറയാം. പല വിദ്യാർത്ഥികളും ഭയങ്കര ബേജാറിലാണ്, ടെൻഷനിലാണ്. പലരും ദുആ വസിയത്ത് ചെയ്യുന്നു, വാട്സപ്പിലൂടെ, കമൻറ്റിലൂടെ, നേരിട്ടും ഫോൺ വിളിച്ചുകൊണ്ടും ഒക്കെയും റിസൾട്ട് അനുകൂലമാകാൻ വേണ്ടിയിട്ട്. വിദ്യാർത്ഥികളുടെ ടെൻഷനാണ് അതൊക്കെ സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നതമായ അർഹിക്കുന്ന വിജയം അല്ലാഹു നൽകട്ടെ. പലർക്കും പല രൂപത്തിലാണ് ടെൻഷൻ. ഫുൾ A+ കിട്ടുമോ ഇല്ലയോ എന്ന ഭയം കൊണ്ട്, ബേജാറ് കൊണ്ട് ടെൻഷൻ അടിക്കുന്നവരുണ്ട്. ഒരു 3-4 A+ എങ്കിലും ആളുകളുടെ മുമ്പിൽ പറയാൻ എനിക്ക് കിട്ടണമെന്ന് പ്രതീക്ഷയോടെ ടെൻഷൻ അടിക്കുന്നവരുണ്ട്. പരാജയപ്പെട്ടു പോകുമോ എന്ന് ടെൻഷൻ അടിക്കുന്ന കുട്ടികളും ഉണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരും പ്രതീക്ഷിക്കുന്ന വിജയം അല്ലാഹു നമുക്ക് നൽകട്ടെ. പലരും ടെൻഷൻ അടിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അവരെന്ത് വിചാരിക്കും? രക്ഷിതാക്കളാണെങ്കിലും ശരി, വിദ്യാർത്ഥികളാണെങ്കിലും ശരി, വിദ്യാർത്ഥിനികളാണെങ്കിലും ശരി, ടെൻഷൻ അടിക്കുന്നത് എനിക്ക് A+ കുറഞ്ഞു പോകുമോ എന്നുള്ള ഭയം കൊണ്ടല്ല പലരും ടെൻഷൻ അടിക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്കെത്ര A+ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഫുൾ A+ ആണ് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ എന്ന ടെൻഷനാണ്. അല്ലെങ്കിൽ ഒരു 3 A+ എങ്കിലും ഉണ്ട് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ എന്നുള്ള വിഷമമാണ്. എന്തിനാണ് ഒരു A+ പോലും കിട്ടിയിട്ടില്ല എന്ന് കരുതുക. എത്ര A+ ആണ് എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ നിനക്കൊരു A+ ഇല്ലെങ്കിൽ പോലും നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? A+ കൊണ്ടൊന്നുമല്ല ഇവിടെ വിജയിച്ചവർ, വിജയം നേടിയവർ, ദുനിയാവിനെ കീഴടക്കിയവർ, ഉന്നതമായ സ്ഥാനങ്ങളിലെത്തിയ ആളുകൾ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിങ്ങനെ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അതിനെന്ത് മറുപടി പറയുമെന്ന ബേജാറ് കൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ A+ കുറഞ്ഞു പോകുമോ എന്നുള്ള ബേജാറ് കൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, MA യൂസുഫ് അലി ഫുൾ A+ വാങ്ങിയ ആളല്ല. കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ്, ലോകമറിയപ്പെട്ട സമ്പന്നനാണ് MA യൂസുഫ് അലി. MA യൂസുഫ് അലിക്ക് ഫുൾ A+ ഉണ്ടായിട്ടില്ല. അതുപോലെ സിനിമാ നടൻ മമ്മൂട്ടി, അവരൊക്കെ ജീവിതത്തിൽ ഈ ഭൗതികപരമായ ദുനിയവിയായ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടിയവരാണ്. ഇങ്ങനെ തുടങ്ങി നമ്മൾ എണ്ണുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടിയ പല ആളുകളും SSLC പരീക്ഷയിൽ ഫുൾ A+ പോയിട്ട് SSLC പരീക്ഷ പോലും എഴുതാത്ത ആളുകളാണ്. അതുകൊണ്ട് A+ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. വെറുതെ ടെൻഷൻ അടിച്ച് നമ്മൾ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കരുത്. ടെൻഷൻ നമ്മെ രോഗിയാക്കും, വലിയ രോഗിയാക്കും. അതുകൊണ്ട് ടെൻഷൻ അടിക്കാതിരിക്കുക. ഇനി ഫുൾ A+ കിട്ടിയെന്ന് വിചാരിക്കുക. എല്ലാവർക്കും ഫുൾ A+ കിട്ടിയാൽ പോലും ഇവിടെ എല്ലാവരും ഒരേ നിലവാരത്തിൽ ആയി വരില്ല. തൊഴിലാളികളുണ്ടാവും, മുതലാളികളുണ്ടാവും, മേലുദ്യോഗസ്ഥന്മാരുണ്ടാവും, കീഴുദ്യോഗസ്ഥന്മാരുണ്ടാകും, ദുർബലന്മാരുണ്ടാകും, ശക്തിയുള്ളവരുണ്ടാകും, സമ്പത്തുള്ളവരുണ്ടാകും, സമ്പത്ത് കുറഞ്ഞവരുണ്ടാകും. കാരണം അത് മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഏറ്റക്കുറച്ചിൽ അല്ലെങ്കിൽ അസമത്വം എന്നുള്ളത് മനുഷ്യന്റെ നിലനിൽപ്പിന്, മുന്നോട്ടുള്ള ഗമനത്തിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് അള്ളാഹു സമത്വം നൽകൂല. അസമത്വം തുടച്ചു മാറ്റാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും തുടച്ചു മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് A+ലൊന്നും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കി നല്ല ധൈര്യത്തോടെ റിസൾട്ടിനെ നേരിടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും ടെൻഷൻ അടിക്കുന്ന വിദ്യാർത്ഥിനികളുണ്ടാവും. പല രക്ഷിതാക്കളുടെ ഉമ്മമാരും ഉപ്പമാരും വിളിച്ചിട്ട് കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്, കുട്ടിക്ക് ഭയങ്കര ക്ഷീണമാണ് എന്ന് പറയുന്നുണ്ട്. ടെൻഷൻ കൊണ്ടാണ്.
നമ്മൾ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കരുത്. വിദ്യാർത്ഥികൾ സ്വയം ടെൻഷൻ അടിക്കുകയും ചെയ്യരുത്, രക്ഷിതാക്കൾ ടെൻഷൻ അടിപ്പിക്കുകയും ചെയ്യരുത്. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞിട്ടും ടെൻഷൻ മാറാത്ത ആളുകളുണ്ടെങ്കിൽ, വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ, രക്ഷിതാക്കളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ടെൻഷൻ മാറാനുള്ള, റിസൾട്ടിനെ നമുക്ക് നല്ല ധൈര്യത്തോടെ നേരിടാൻ ഉള്ള ഒരു മനസ്സുറപ്പ് നമുക്ക് കിട്ടാനുള്ള, അതോടൊപ്പം നമ്മുടെ ഭാവി പഠനത്തെ സഹായിക്കുന്ന ഉയർന്ന നിലവാരത്തിലുള്ള സീറ്റുകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന സീറ്റുകളിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കാനും ഉപകരിക്കുന്ന അത്ഭുതകരമായ ഒരു ദിക്ർ നമ്മൾ പഠിക്കുകയാണ്. നമ്മുടെ ടെൻഷൻ മാറാൻ, നമുക്ക് ഉയർന്ന ക്ലാസ്സുകളിലേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിലേക്ക് സീറ്റ് കിട്ടാൻ. ഏതാണ് ദിക്ർ? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്നുള്ളതാണ് ദിക്ർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അദ്ദേഹം തീ കുണ്ടാരത്തിൽ വെച്ചുകൊണ്ട് ചൊല്ലിയ ദിക്റാണ്. തീ കുണ്ടാരത്തിൽ നിന്ന് വരെ രക്ഷപ്പെടാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ ദിക്ർ കൊണ്ട് സാധിച്ചു. അള്ളാഹുവിൻ്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സൗർ ഗുഹയിൽ ഇരിക്കുമ്പോൾ, ശത്രുക്കൾ മുകളിലൂടെ പോകുമ്പോൾ അവർ ചേർത്ത് പിടിച്ചതും ഈ ദിക്റാണ്. അതുകൊണ്ട് എത്ര വലിയ പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ദിക്റാണ് ഈ ദിക്ർ. ഇന്നു മുതൽ നമ്മൾ ചേർത്ത് പിടിച്ചാൽ എല്ലാ ദിവസവും 5 നേര നമസ്കാര ശേഷം ഒരു 101 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലുന്ന സ്വഭാവം, ഒരു പതിവ് ഇന്നു മുതൽ റിസൾട്ട് വരെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിലുണ്ടായാൽ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ, വിദ്യാർത്ഥിനികളുടെ, രക്ഷിതാക്കളുടെ ജീവിതത്തിലുണ്ടായാൽ റിസൾട്ടിനെ നമുക്ക് ലാഘവത്തോടെ നേരിടാൻ കഴിയും. നല്ല റിസൾട്ട് അള്ളാഹു നമുക്ക് നൽകും. ആ റിസൾട്ട് കൊണ്ട് ഉന്നതമായ ക്ലാസ്സുകളിലേക്ക് പ്രവേശനവും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെയുള്ള തൗഫീഖ് നമുക്ക് നൽകും. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബേജാറുണ്ടെങ്കിൽ, ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കുമോ എന്നുള്ള ഭയമുണ്ടെങ്കിൽ, ആ ഭയമെല്ലാം മാറിക്കിട്ടാനും അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകാനും ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്നുള്ള ദിക്റിനെ നമ്മൾ ചേർത്ത് പിടിക്കുക. അതോടൊപ്പം തുടർ പഠനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഭൗതിക സമന്വയ വിദ്യാഭ്യാസം നാം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുക. ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് ദുനിയാവ് മാത്രമാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. ആത്മീയ വിദ്യാഭ്യാസം കൊണ്ട് ആഖിറവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ദുനിയാവ് മാത്രം നമുക്ക് കിട്ടിയാൽ പോരാ, ദുനിയാവും കിട്ടണം, ആഖിറവും കിട്ടണം. അതിനുള്ള അവസരങ്ങൾ നമ്മുടെ ചുറ്റുഭാഗവും എമ്പാടുമുണ്ട്, ധാരാളമുണ്ട്. അത്തരം വിഷയങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റിസൾട്ട് പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അവർ ആഗ്രഹിക്കുന്ന, അവർ പ്രതീക്ഷിക്കുന്ന ഉന്നതമായ ഖൈറായ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് വിജയം നൽകട്ടെ. പരാജയത്തിൻ്റെ കയ്പുനീര് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാതിരിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.